ഇപ്പോൾ കിഫ്ബി 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഫ്ബിയുടെ 25ാം വാർഷികമാണ്. 25ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു തലത്തിലേക്ക് കിഫ്ബി എത്തുകയാണ്. നമ്മൾ ഇത് 1999 നവംബർ 11 കിഫ്ബി ആദ്യമേ ഫോം ചെയ്തത്. 99 നവംബർ 11. സർക്കാരിൻ്റെ പ്ലാനിൻ്റെ എല്ലാം ഒരു രീതി, നമ്മൾ ഈ വർഷം വരുന്ന പണം നമ്മൾ ചിലവാക്കുന്നു, അടുത്ത വർഷം വരുന്ന പണം ആ വർഷം ചിലവാക്കുന്നു, ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ വ്യക്തികളെന്ന നിലയിൽ നമ്മളൊരു ദീർഘകാലത്തേക്ക് ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നു. കുറച്ച് ഭൂമി വാങ്ങുന്നു, അല്ലെങ്കിൽ വീട് വെക്കുന്നു, കാർ വാങ്ങുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അനുസരിച്ച്, നിങ്ങൾക്ക് കിട്ടുന്ന കാർഷിക വരുമാനം അനുസരിച്ചിട്ട് ഓരോ വർഷവും ഒരു കാർ മേടിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അതിൻ്റെ ഒരു വേണ്ട ചിലവിൻ്റെ കുറച്ചേ കിട്ടൂ. ഒരു വീട് വെക്കണമെങ്കിൽ 50 ലക്ഷം രൂപ മുടക്കിയ ഒരാൾ വീട് വെക്കുകയാണെങ്കിൽ അയാൾക്ക് 20 വർഷം കൊണ്ട് കിട്ടുന്ന വരുമാനം അടച്ചു തീർത്തിട്ട് ആണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് വീട് വെക്കുക, ആദ്യമേ ലോൺ എടുക്കും. പക്ഷേ സർക്കാരിൽ ഈ സംവിധാനം സാധാരണഗതിയിലില്ല. നമുക്കറിയുന്ന പോലെ പ്ലാനിൽ നിന്നാണ്. അപ്പോൾ അതിന് ചില പ്രത്യേക സംവിധാനങ്ങൾ വേണം. അതുകൊണ്ടാണ് സംസ്ഥാനമായാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ലോകത്തെ എല്ലാ ഗവൺമെൻറ്റുകളും അതുപോലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഈ ആദ്യമേ ഇത് നിർമ്മിച്ചിട്ട് പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന വരുമാനവും മെച്ചവും കൂടെ ഉൾപ്പെടുത്തി ഘട്ടം ഘട്ടമായിട്ട് ആ പണം അടച്ചു തീർക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ നേടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് കിഫ്ബിയുടെ വികസന കാര്യങ്ങൾ. അതിനകത്ത് കൃത്യമായി പണം അടച്ചു തീർക്കാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന നിലയിൽ തന്നെയാണ് കിഫ്ബി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. വാസ്തവത്തിൽ 2016-17 പുതുക്കിയ ബഡ്ജറ്റിൽ 50,000 കോടി രൂപയുടെ അടിസ്ഥാന നിക്ഷേപ പദ്ധതികളാണ് കിഫ്ബി വഴി പ്രഖ്യാപിച്ചത്. പിന്നീട് ഈ 2 ഗവൺമെൻറ്റുകൾ തുടർച്ചയായിട്ട് വന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് നമുക്കറിയാം. നിലവിൽ 1190 പദ്ധതികളിലായിട്ട് 90,562 കോടി രൂപ എന്ന് പറഞ്ഞാൽ 50,000 കോടിയാണ് ആദ്യം വിഭാവന ചെയ്തതെങ്കിൽ അത് 90,562 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഇപ്പോൾ നമ്മൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ നിർമ്മാണ പദ്ധതികൾ നടക്കുന്നുണ്ട്. നമുക്ക് ദേശീയപാതകൾ, വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളുടെ ഭൂമി ഏറ്റെടുക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കൽ എന്നിവ ഉൾപ്പെടെ 37,388 കോടി രൂപ ഇതുവരെ കിഫ്ബി ഈ 2016 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ 37,388 കോടി രൂപ കിഫ്ബി ചെലവഴിച്ചിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു നേട്ടമാണ്. ഇത്രയും വലിയൊരു തുക സാധാരണഗതി നമ്മുടെ ബഡ്ജറ്റിനകത്ത് പ്ലാനിനകത്ത് നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമല്ല. ഇതിനകത്ത് നമ്മൾ അംഗീകാരം നൽകിയ പദ്ധതികളിൽ 21,881 കോടി രൂപയുടെ പദ്ധതികൾ നിലവിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 27,273 കോടി രൂപയുടെ പദ്ധതികൾ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നുണ്ട്. കിഫ്ബി അംഗീകാരം നൽകിയ പദ്ധതികളുടെ അനുബന്ധം നൽകിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ പത്രക്കുറിപ്പിനിപ്പോൾ ഉണ്ട്. കിഫ്ബി പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 104 പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കഴിഞ്ഞ മീറ്റിങ്ങിന് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ധനകാര്യമന്ത്രി എന്നതിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യം, നാഷണൽ ഹൈവേക്ക് നമ്മൾ കൊടുത്ത ഭൂമി എടുക്കുന്നതിൻ്റെ പണം അത് നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ചിലവാക്കേണ്ടതല്ല, കേരളത്തിൽ മാത്രം ചിലവാക്കേണ്ടി വന്നൊരു കാര്യമാണ്. കാരണം കേരളത്തിലെ ഭൂമിക്ക് വില കൂടുതലാണെന്ന് അവർ പറയുന്നുണ്ട്. അതിന് നമ്മൾ 5,581 കോടി രൂപ കൈമാറി കഴിഞ്ഞു. ഏകദേശം 6,000 കോടി രൂപയുടെ കമ്മിറ്റ്മെൻറ്റ് അതിനുണ്ട്. ആ പണം കൂടി നമ്മൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള ചിലവഴിക്കേണ്ട പണത്തിൽ നിന്നും, കടമെടുത്ത പണത്തിൽ നിന്നുമാണ് അതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ തുക ഉൾപ്പെടെ നമ്മൾ കൊടുത്തു. 25% ഭൂമിയുടെ വില നമ്മൾ നൽകിയത് കൊണ്ടാണ് നാഷണൽ ഹൈവേ റെക്കോർഡ് സമയത്ത് തീരാൻ പോകുന്നത്. ഒരു വർഷത്തിനകം, നമുക്ക് ഒരു വർഷം എടുക്കില്ല, ഈ മാർച്ച് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അതിനു മുമ്പ് തന്നെ കുറേ ഭാഗം പൂർത്തീകരിക്കും. കാസർഗോഡ് മുതൽ നമ്മുടെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള നാഷണൽ ഹൈവേ പൂർത്തീകരിക്കാൻ പോകുന്നതിന് ഈ പണം നമുക്ക് നൽകാൻ കഴിഞ്ഞതുകൊണ്ടുകൂടിയാണ് ഇത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമലയുടെ പല ഉദാഹരണങ്ങളുണ്ട്. ശബരിമലയുടെ മേഖലയിൽ മാത്രം കിഫ്ബി വഴി നമ്മൾ തീർത്ഥാടകർക്കുള്ള സഹായങ്ങൾ, അവർക്ക് ഉള്ള അടിസ്ഥാന സൗകര്യം, ശുദ്ധജലം, വിശ്രമമുറികൾ തുടങ്ങി പല പദ്ധതികളും നമ്മുടെ സംസ്ഥാനത്താകെ ഇടത്താവളം പോലെയുള്ള പദ്ധതികൾ അതുവഴി 126 കോടി രൂപ ചെലവഴിച്ചതിൻ്റെ കണക്കുകൾ നമ്മുടെ ഇതിലുണ്ട്. ധാരാളം സൗകര്യങ്ങൾ ആ മേഖലയിൽ വരുന്നുണ്ട്. ഇതുകൂടാതെ ബഡ്ജറ്റും ശബരിമലയ്ക്ക് ധാരാളം പണം വേറെ ചിലവാക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഓരോ വർഷവും ചിലവാക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എടുത്തറിയാവുന്നതാണ്. 9 താലൂക്ക് ആശുപത്രി, 2 ജനറൽ ആശുപത്രി, 1 ജില്ലാ ആശുപത്രി, മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെയൊക്കെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 45 ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജമാക്കി.
49 ഐസൊലേഷൻ വാർഡുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ രംഗത്ത് സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതിനുവേണ്ടി പണം മാറ്റിവെച്ചത് വലിയ തുകയാണ്. 20,000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ലാൻഡ് അക്വിസിഷൻ പൂളിന് വേണ്ടി മാത്രം കിഫ്ബി മാറ്റിവെച്ചിട്ടുണ്ട്. 20,000 കോടി എന്ന് പറഞ്ഞാൽ അത് ആ ലാൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വ്യവസായത്തിന് വലിയ അടിസ്ഥാന സൗകര്യമാവും. ഏറ്റവും പ്രധാനം ഭൂമിയുടെ ആവശ്യമാണ്. അതിനുവേണ്ടി അത്രയും പണം മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടൽഭിത്തി നിർമ്മാണത്തിനകത്തൊരു നല്ല ഉദാഹരണമാണ് ചെല്ലാനത്ത്. എപ്പോഴും തലവേദനയായിരുന്നു അവിടുത്തെ കടലാക്രമണം. അതിപ്പം നമ്മുടെ കിഫ്ബി വഴി അവിടെ ഗ്രോയിൻസ് ഉപയോഗിച്ച് ആ കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിന് പദ്ധതികൾ നടപ്പിലാക്കിയത് നല്ല വിജയം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ കണക്കുകളുണ്ട്. 1709 കോടി രൂപയുടെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതികളാണ് കിഫ്ബി വഴി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാനത്ത് പവർ കട്ട് നടപ്പിലായിട്ടില്ല എന്നുള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മളുണ്ടാക്കിയ വലിയ മാറ്റത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിന് ട്രാൻസ്ക്രിപ്റ്റിന് വേണ്ടി മാത്രം 1709 കോടി രൂപയുടെ പദ്ധതി നമ്മൾ നടപ്പിലാക്കി. 44,700 സ്കൂളുകളിൽ 700 ക്ലാസ് മുറികൾ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ക്ലാസ് മുറികളുടെയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ 579 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. ഇതിനു പുറമെ മത്സ്യ തുറമുഖ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾ 50 എണ്ണവും നവീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട്. കിഫ്ബിയുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ പ്രവർത്തനം ആരംഭിച്ച താമരശ്ശേരി ചുരം കോഴിക്കോട് വയനാടിനും ഇടയിലുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളെ ആ യാത്രയുടെ ബുദ്ധിമുട്ട് അറിയുന്നതാണ്. പലപ്പോഴും 3, 4, 5, 8 മണിക്കൂറൊക്കെ അവിടെ വണ്ടികൾ കുരുങ്ങിക്കിടക്കുന്നുണ്ട്, അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ 8.11 കിലോമീറ്റർ നീളമുള്ള 4 വരി ഇരട്ടത്തുരങ്കം ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാവുന്നതല്ലായിരുന്നു മുമ്പ്. ഇപ്പോൾ അങ്ങനെ ഇരട്ടത്തുരങ്കം അവിടെ വരുന്നു. അതിനുള്ള അപ്രോച്ച് റോഡുകൾ വരുന്നു. എല്ലാം കൂടി 2135 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ നമ്മളത് വിഭാവനം ചെയ്യുന്നത്. ഈ തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ നടത്തുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പരമ്പരാഗത ചികിത്സാ രീതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ രംഗത്ത് നല്ല ചില പദ്ധതികൾ കിഫ്ബിയുടെ നേതൃത്വത്തിലുണ്ട്. കണ്ണൂരിൽ മട്ടന്നൂരിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായിട്ട് നമ്മൾ 204 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. അത് ഇന്നത്തെ സ്ഥിതിയിൽ നമ്മുടെ ആയുർവേദത്തിൻ്റെ മേഖലയിലുള്ള പ്രത്യേകതകൾ സംരക്ഷിക്കാനും അതിൻ്റെ പാരമ്പര്യം സംരക്ഷിക്കാനുമൊക്കെ കൂടുതൽ സ്കീമുകൾ ഇനിയും വേണം. അതിനകത്തൊരു വലിയ മുൻകൈയാണ് വന്നേക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട റോഡാണ് MC റോഡ്. NH-ഉം തീരദേശ റോഡും മലയോര റോഡും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റം ആ ഭാഗത്തും. മലയോര റോഡിൽ കൂടെയൊക്കെ ഇടുക്കിക്കും വയനാടിനുമൊക്കെ ഇടുക്കിക്ക് പോകണമെങ്കിൽ അതുപോലെ അങ്ങ് കോഴിക്കോട് ഭാഗത്തേക്ക് പോയാൽ എല്ലാം നല്ല റോഡുകൾ പൂർത്തീകരിച്ചു. വളരെ വേഗത്തിൽ എത്താൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. MC റോഡ് നമ്മുടെ ഹാർട്ട് ആയിട്ട് നടുക്കൂടി കിടക്കുന്നതാണ്. പഴയ തിരുവിതാംകൂറിൻ്റെ നാഷണൽ ഹൈവേ ആണ്. ആ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി 1900 കോടി രൂപയുടെ ഭരണാനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ ബൈപ്പാസുകൾ ഇപ്പോൾ വെഞ്ഞാറമൂട് അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. കൊട്ടാരക്കര ബൈപ്പാസിന് ഏകദേശം 300 കോടിയാണ് ലാൻഡ് എടുക്കുന്നതിനും. ലാൻഡ് അക്വിസിഷൻ്റെ ഇപ്പോൾ 110 കോടി രൂപയുടെ പണം അനുവദിച്ചു കഴിഞ്ഞു സ്ഥലമേറ്റെടുപ്പിന്. DPR പരിശോധനയിലാണ്. അങ്ങനെ അങ്ങോളം ഇങ്ങോളം MC റോഡ് കൂടി വികസിപ്പിക്കുന്നതോടുകൂടി ഏറ്റവും പഴക്കമുള്ള റോഡുകളിലെന്ന നിലയിൽ അവിടെയും നല്ലപോലെ സൗകര്യങ്ങൾ വരും. അവിടെ മാത്രം നിൽക്കുന്നില്ല നമ്മുടെ കിഫ്ബിയുടെ പ്രവർത്തനം. വനമേഖലയിലെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതിൻ്റെ ഒരു സംഘർഷം, അത് ലഘൂകരിക്കാൻ 221 കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്.